അയ്യോ മാത്സ് ബുക്ക് എടുക്കാണ്ടാ വന്നത്. ഇച്ചിരി തപ്പിക്കളിച്ചെങ്കിലും നമ്മ പറഞ്ഞു. അപ്പം അത് ഇതൊക്കെ കിട്ടിക്കുന്ന ക്ലാസ് ആയിട്ട് നിന്നേച്ചത് കൊണ്ടാണ് അത് അത്ര. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്സിൻ്റെ പബ്ലിക് എക്സാം ലാബ് പ്രാക്ടിക്കൽ, അതായത് മാത്സ് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ റിവ്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് 6 ക്വസ്റ്റ്യൻ ഉണ്ടാകും. നമ്മൾ 4 എണ്ണം അറ്റൻഡ് ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണം സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഫസ്റ്റ് ഇയർ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ 3 ഫസ്റ്റ് ഇയർ ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഇയർ ചെയ്യാം, അല്ലെങ്കിൽ 3 സെക്കൻഡ് ഇയർ ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ഇയർ ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് വന്നത് ഷിഫ്റ്റിംഗ് ഗ്രാഫ്, വാല്യൂ ഫംഗ്ഷൻസ്, സർക്കിൾ ആൻഡ് പാരബോള. ഇത് മൂന്നുമാണ് ഫസ്റ്റ് ഇയറിൽ നിന്ന് വന്നത്. സെക്കൻഡ് ഇയറിൽ നിന്ന് വന്നത് മാക്സിമം, മിനിമം, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, വെക്ടേഴ്സ്, ഇത്രയാണ് വന്നത്. അപ്പോൾ എനിക്ക് വെക്ടേഴ്സ് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ എല്ലാം മര്യാദക്ക് അറിയാവുന്നതുകൊണ്ട് 3 എണ്ണം അത് ആദ്യം ചെയ്ത് വെച്ച്. അത് ചെയ്തിട്ട് നമ്മൾ ടീച്ചറിനെ കാണിക്കണം, അതായത് എക്സ്റ്റേണൽ ഇൻവിജിലേറ്ററിനെ കാണിച്ചിട്ട് എനിക്ക് വൈവായിക്ക് ചോദിച്ചത് ഡൊമെയിന് റിയൽ നമ്പേഴ്സ് അല്ലാത്ത ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ എന്നോട് വന്നിട്ട് ഇതിൻ്റെ ഡൊമെയിൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇച്ചിരി തപ്പിക്കളിച്ചെങ്കിലും നമ്മൾ പറഞ്ഞു, റേഞ്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അടുത്ത ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും പോയി നോക്കാനുള്ളത് കൊണ്ട് നമുക്ക് ഡിലേ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തത് വാല്യൂ ഫംഗ്ഷൻസ്, ഷിഫ്റ്റിംഗ് ഗ്രാഫ്, സർക്കിൾ ആൻഡ് പാരബോള അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ മാക്സിമം മിനിമം ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടറിയില്ല, പക്ഷെ ഞാനത് അറ്റൻഡ് ചെയ്ത്. പക്ഷെ എനിക്ക് അത്ര ഷുവർ അല്ല. അപ്പം ഞാൻ എക്സ്ട്രാ ഞാൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ 5 എണ്ണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 എണ്ണം ചെയ്താൽ മതി. പിന്നെ സ്റ്റുഡൻസ് കൂടുതലും ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് മാക്സിമം മിനിമം മാറിപ്പോകരുത്. ഇതിൻ്റെക്ക് കണ്ടിന്യൂഷൻ ആണ്, ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ ആണ് മാക്സിമം മിനിമം. അപ്പം അത് ഇതൊക്കെ കിട്ടിക്കുന്ന ക്ലാസ് ആയിട്ട് നിന്നേച്ചത് കൊണ്ടാണ് അത് അത്ര എനിക്ക് ഷുവർ ആഞ്ഞത്. പക്ഷെ ഞാൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വൈവ് ഒന്നും ചോദിച്ചിട്ടില്ല. റെക്കോർഡിൻ്റെയും എനിക്ക് സീൽ ഉണ്ടായിരുന്നു, സൈൻ ഉണ്ടായിരുന്നില്ല. ഞാനത് അന്നാണ്, അതായത് എക്സാമിൻ്റെ ആ ടൈമിൽ അവിടെ വെച്ചിട്ടാണ് അറിയുന്നത് സൈൻ ഉണ്ടായിരുന്നില്ല, സീൽ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. മാത്സ് നമ്മൾ മര്യാദക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ അതിൽ നിന്ന് തന്നെ ചോദിക്കുന്നത്, അതുപോലെ തന്നെയാണ്. പ്രീവിയസ് ഇയർ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ മാത്സ് എക്സാമിൻ്റെ റിവ്യൂ. അയ്യോ മാത്സ് ബുക്ക് എടുക്കാണ്ടാ വന്നത്. ഞാൻ പ്രാക്ടിക്കലിൻ്റെ ബുക്ക് അവിടെ വെച്ചിട്ടാണ് വന്നത്. കാരണം അത് സീലേ മീൻസ് നമ്മൾ ആണി അടിക്കില്ലേ, ആ സംഭവം ചെയ്യാനുണ്ട്, ഹോൾ ഇടാനുണ്ടായിരുന്നു. ഞാനത് എടുക്കാണ്ടാ വന്നത്. ഞാനിങ്ങനെ പെട്ടെന്ന് എത്രയും വേഗം രക്ഷപ്പെട്ട് പോകുന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ബൈ ഗൈസ്.